വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഖത്തറിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇങ്ങോട്ട് വരുന്നൊരു ട്രാവൽ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്തായാലും അത് പോയിട്ടൊന്ന് കാണാം. ഇത് ഞങ്ങൾ ഖത്തറിൽ എത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ്. ഷെജീർ രാവിലെ ഡ്യൂട്ടിക്ക് പോവാണ്, അപ്പോൾ ഐസൂനെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെ ഷെജീർ വേറെ റൂമിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിൽ എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഐസ് പോയ ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുത്തെ വാർഡ്രോബ് ഉള്ളത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ആണ് കേട്ടോ. ഇതിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഡ്രസ്സൊക്കെ വെക്കുന്നതിന് മുന്നായിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇതിലങ്ങനെ കാര്യമായിട്ട് വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എങ്കിലും ഞാനൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൊത്തത്തിൽ എല്ലാ ഡ്രസ്സുകളും കൊടുത്തിട്ട് ഇതുപോലെ ബെഡിൽ കൊടുന്നിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ പിന്നെ ഓരോന്നോരായി നോക്കി ഫോൾഡ് ചെയ്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം മൊത്തത്തിലെടുത്ത് ഇതുപോലെ ബെഡിൽ കൊടുന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഇതിൽ നിന്ന് എൻ്റെയും ഐസൂൻ്റെയും ഷെജീറിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മടക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഐസൂൻ്റെ എന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ച് ഡ്രസ്സാണ് കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ലഗേജിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഡ്രസ്സ് തന്നെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എത്ര വേണമെങ്കിലും കൊണ്ടുവരായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ കാരണം ഞാൻ മാക്സിമം ലഗേജ് കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഷർട്ടൊന്നും ഹാങ് ചെയ്യാനൊന്നും ഇതിലില്ലാത്തതുകൊണ്ട് തന്നെ ഒക്കെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഡ്രസ്സെല്ലാം കൂടി ഒരൊറ്റ ഷെൽഫിൽ വെച്ചാൽ തന്നെ അത്യാവശ്യം സ്പേസ് കിട്ടും, കാരണം അത്രയും സ്പേസ് ഉണ്ട് ഒരു ഷെൽഫ് തന്നെ. അതിൻ്റെ ഇടയിലായിട്ട് ഇതാ ഐസ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ അതിലുണ്ടാകുന്ന ടോയ്സ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ കളിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വാർഡ്രോബിൽ എല്ലാതും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്ര ഡ്രസ്സ് തന്നെ ഇട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ താഴായിട്ട് ട്രോളിയും ബാഗൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇതാ കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു ഡ്രസ്സിങ് ടേബിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഇന്നലെ വന്നപ്പോൾ എല്ലാ ഐറ്റംസും അങ്ങനെ കൊടുന്ന് വെച്ചതും പിന്നെ മൊത്തത്തിലൊന്ന് ഇത് ക്ലീൻ ചെയ്യാനുണ്ട്. ടേബിളിൻ്റെ മിററിലൊക്കെ എന്തൊക്കെ കളർ കൊണ്ട് വരച്ച പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ടേബിളുമുള്ള ഒരു ഐറ്റംസൊക്കെ അവിടെ നിന്ന് മാറ്റുകയാണ് ഓരോന്നായിട്ട്. പിന്നെ ഒരു ക്ലോത്ത് വെച്ചിട്ട് മൊത്തത്തിലും തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാർഡ്രോബത്തെ പോലെ അങ്ങനെ തുടക്കുമ്പോൾ അങ്ങനെ മൊത്തത്തിലൊന്നും പോകുന്നില്ല. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത്. മിററിലൊക്കെ 2-3 പ്രാവശ്യം തുടച്ചിട്ടാണ് അവിടെ മൊത്തം ക്ലീൻ ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താഴെയുള്ള ഷെൽഫ് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ ജേർണലും ഡയറിയും ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കിയത്. ഞാൻ എൻ്റെ ഈ ഡയറിയിലായിട്ടാണ് 2026 വിഷൻ ബോർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഞാൻ എന്തായാലും ഇത്രയും പെട്ടെന്ന് അത് നടക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനൊരു പ്ലാന് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം 2026 ഫെബ്രുവരി ആയപ്പോൾ തന്നെ സാധിച്ചു. അപ്പോൾ അതുപോലൊക്കെ തന്നെ ബാക്കിയുള്ള ആ ഒരു ഡ്രീംസും അതുപോലെ തന്നെ ഗോൾസൊക്കെ പെട്ടെന്ന് തന്നെ നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഷെജീറിൻ്റെ റൂമിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റംസിൽ ഇതുപോലെ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു, ഒരു ഡെസ്ക് കലണ്ടർ ആയിരുന്നു. അപ്പോൾ അതെന്തായാലും ടേബിളിൻ്റെ ഒരു സൈഡിലായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ബൊക്കെ ഷെജീർ എയർപോർട്ടിൽ വന്നപ്പോൾ തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിലുണ്ടായിരുന്ന ഫ്ലവർ ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ബോട്ടിലാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്.
അപ്പോൾ എൻ്റെ കയ്യിലുണ്ടാകുന്നത് അതുപോലെ ഫ്രൂട്ടിൻ്റെ ഒരു ബോട്ടിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും അതിൻ്റെ മുകളിലായിട്ടുള്ള കവറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തതിൽ കുറച്ച് വെള്ളമാക്കി അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിങ്ങനെ ബോട്ടിലാക്കിയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഞാനിതാ കലണ്ടറിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് വിരിച്ചെടുക്കാനുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ പിന്നെ ഞാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതായി കട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒരു ഷെൽഫും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ. അപ്പോൾ അതിന് മുകളിലായി മൊത്തത്തിൽ അലമ്പായി കിടക്കായിരുന്നു. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ എല്ലാ ഐറ്റംസും കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മൊത്തത്തിലൊന്ന് എടുത്ത് മാറ്റി ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആവശ്യമുള്ള ഐറ്റംസ് മാത്രമായിട്ട് അവിടെ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കലൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് അടിച്ചു വാരാനും തുടക്കാനൊക്കെയാണ് ഉള്ളത്. അങ്ങനെ എല്ലാ ഭാഗവും മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. പിന്നെ സോഫ ഒക്കെ ഒന്ന് തുടച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ മൊത്തത്തിലൊന്ന് നിലം തുടച്ചെടുക്കുകയാണ്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ട് പുറത്ത് നോക്കുമ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇരുട്ടായതും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പിന്നെ അവിടെ അകക്കൂടെ ഉള്ള ഒരു വിൻഡോ ഉണ്ട്. ഇത് തുറന്ന് നോക്കിയാലേ മനസ്സിലാവുള്ളൂ പകലാണോ രാത്രിയാണോ എന്നുള്ളതൊക്കെ. പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാണ്. നോമ്പ് തുറക്കാൻ ഷമാം ജ്യൂസും പിന്നെ പൊക്കവട ഉണ്ടായിരുന്നു, സമൂസ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചീസ് റൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഐസ് വീണ്ടും ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ കുനാഫ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കേണ്ട ടൈമൊക്കെ ആയപ്പോഴത്തേന് പിന്നെ മന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മന്തിയും അൽഫാമൊക്കെ ആയിട്ട് അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇതൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ കാര്യമായിട്ട് ക്ലീനിങ്ങും ഇതൊക്കെ തന്നെ ആവും ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ ചെയ്യാനായിട്ടുള്ള സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.